വെറുതെ വ്യസനം കൊണ്ട് മനസ്സ് നിറയുന്ന വൈകുന്നേരങ്ങളിൽ അപരിചിതമായ വഴികളിലൂടെ ലക്ഷ്യമില്ലാതെ കാർ ഓടിച്ചു പോകുന്നതിൽ ഒരു രസമുണ്ട്. എവിടെയാണ് എത്തിപ്പെടുന്നതെന്ന് അറിയാതെ ആലസ്യയാത്ര. അങ്ങനെ സഞ്ചരിച്ച് പരിചയിച്ച വഴികൾ പിന്നീട് പലപ്പോഴും വിടുക്കുകയുണ്ടായിട്ടുണ്ട്. നീണ്ടുപോകുന്ന വഴികൾക്ക് വല്ലാത്ത മൈത്രീഭാവമുണ്ട്. ചിലപ്പോൾ അപരിചിതത്തോടെ മാറി നിൽക്കുമെങ്കിലും അത് നമ്മുടെ പരിചയക്കേടിനോടുള്ള ചെറിയ നീരസമാണ്. വഴികൾ കൊണ്ട് നിറഞ്ഞതാണ് ലോകം എന്നോർക്കുമ്പോഴും വഴികളെല്ലാം അറിയാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ ഒരു സഞ്ചാരിയുടെ ശമിക്കാത്ത തൃഷ്ണകളുണ്ട്. ഇളനീർക്കുന്നിലേക്കുള്ള വഴികൾ. VR സുധീഷ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് ജില്ലയിലെ മീറോഡ് മല അല്ലെങ്കിൽ മൈക്രോവേവ് മല എന്നൊരു മല, അവിടെ പോയി സൂര്യോദയം കാണാൻ വേണ്ടി പോവുകയാണ്. രാവിലെ 5 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരാണ്. മേപ്പയൂർ നരക്കോട് എന്ന സ്ഥലത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ബൈക്കും അതുപോലെ ജീപ്പും ഒക്കെ ആൾക്കാർ ഓടിച്ച് കയറ്റുന്നുണ്ട്. കുറച്ച് സാഹസികമായിട്ടാണെങ്കിലും എന്നാലും ഏത് വണ്ടിയും നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ 100 മീറ്റർ താഴെ വെച്ചിട്ട് നമുക്ക് നടന്ന് കയറാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. വലിയ ട്രെക്കിംഗ് എന്ന് പറഞ്ഞ കയറ്റങ്ങളൊന്നും അല്ല. സാധാരണ ആർക്കും കയറിയെത്താൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. വലിയ ട്രെക്കിംഗ് ഒന്നും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് കയറി മുകളിൽ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളും അതുപോലെ മുതിർന്നവരൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നടന്ന് കയറുന്ന വഴിയുടെ 2 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പുല്ലിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഇതിൽ ഫ്രെയിം നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ 2-3 കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഖനനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീറോഡ് മല ഖനനം ഒരു ഇഷ്യൂ ആയൊരു കേസൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ 3-4 ടവറുകൾ ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ഇതിന് മൈക്രോവേവ് മല എന്ന് ഇവിടെയുള്ള നാട്ടുകാർ വിളിക്കുന്നത്. മൈക്രോവേവ് മല എന്നായിരുന്നു നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇപ്പം 1-2 ടവർ മാത്രമേ ഉള്ളൂ. അത് 3-4 ടവർ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലെത്തി. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വരെ മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂ. ചില ആൾക്കാരൊക്കെ അപ്പുറത്തുകൂടെയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ കുറേ ലേബേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇപ്പം ഈ സമയത്ത് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. ആ ചുവന്ന കളർ കാണുന്ന സ്ഥലത്താണ് സൂര്യൻ ഉദിക്കാൻ സാധ്യത. അപ്പം താഴെ ചെറിയ ചെറിയ മലകൾ, ധാരാളം മലകൾ ഇങ്ങനെ കാണാം. അതിലൊക്കെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നതും കാണാം. ശരിക്കും ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ മലയുടെ വിശേഷങ്ങളൊക്കെ ആൾക്കാർ അറിയുന്നത്. ഇവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതും ധാരാളം പുറത്തുനിന്നുള്ള ആൾക്കാർ, സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. ഇതിനു മുമ്പേ ആൾക്കാർ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വൈറലായത് ആ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ്.
വളരെ മനോഹരമായ കാഴ്ചകളാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഇവിടുത്തെ ഒരു സൂര്യോദയം കൂടിയാണ്, നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടുത്തെ സൂര്യോദയം കൂടി കാണുന്നത്. കുറേ പേര് ബൈക്കൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി ഒന്ന് പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും സൂര്യോദയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നോക്കി ആ സ്കൈ ഒക്കെ ഇങ്ങനെ ഒരു ചുവപ്പ് കളറിലായി, താഴെ മഞ്ഞ്, ചെറിയ ചെറിയ മലകൾ, നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പം കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടെ പ്രത്യേകമായിട്ടൊരു വ്യൂ പോയിൻ്റ് ഒന്നുമില്ല. അപ്പം എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. അപ്പം പ്രത്യേകമായിട്ടൊരു വ്യൂ പോയിൻ്റ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് സ്ഥലം. അപ്പം അതിൻ്റെ ഒരു 360 വ്യൂവിൽ തന്നെ നല്ല രസമായിരിക്കും ഇത് കാണാൻ. കുറച്ച് നേരം കാത്തിരുന്നതിന് ശേഷം ഇപ്പം സൂര്യോദയം ആയിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ മറനീക്കി ഇങ്ങനെ മേഘത്തിനുള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് ലേറ്റാണ്, നല്ലോണം മേഘങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയത്. അപ്പം ഇങ്ങനെ മെല്ലെ ചുവന്ന് തോർത്ത സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചയുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പം ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടി എത്രയും നേരം ഇവിടെ കാത്തുന്നത്. അപ്പം നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ സൂര്യോദയം.
സൺറൈസ് കണ്ടു. അങ്ങനെ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം കുറച്ച് ദൂരമുണ്ട് വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക്, ഒരു 200 മീറ്റർ ഉണ്ട് നടന്നിറങ്ങാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.